നമസ്കാരം. LDF മാറി UDF വന്നാൽ മാറ്റം എല്ലാ രീതിയിലും വരുമെന്നാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. KSEയുടെ കാര്യത്തിൽ ആ മാറ്റം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. UDF ഭരണം വന്നപ്പോൾ തന്നെ കറണ്ട് കട്ടും വന്നു. ഇടയ്ക്കിടെ കറണ്ട് പോകുമ്പോൾ അത് KSEB ലൈനിലെ ജോലികൾ കാരണമെന്നാണ് ജനം കരുതിയത്. പിന്നീടാണ് KSEB ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ലൈൻ ഓഫ് ചെയ്തു വെക്കുന്നതാണെന്ന് ബോധ്യമായത്. ഇപ്പോൾ അറിയിപ്പും വന്നു കഴിഞ്ഞു. പവർ പുറത്തുനിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. മഴയില്ലാത്ത ദിവസങ്ങളിൽ 500-600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് ഇപ്പോൾ ദിവസേനയുണ്ട്. പവർ പർച്ചേസിങ്ങിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി തലത്തിൽ കഴിയാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. ഇതേ സാഹചര്യങ്ങൾ മാത്രമല്ല, ഇതിലും കടുത്ത സാഹചര്യങ്ങൾ ഇടതു ഭരണകാലത്ത് നിലനിന്നിരുന്നു. എന്നാൽ സൂക്ഷ്മമായി നീങ്ങിയതിനാൽ പവർ കട്ടിൽ നിന്നും ലോഡ് ഷെഡിങ്ങിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ചു നിർത്താൻ ഇടതുമുന്നണിക്കും വകുപ്പ് ഭരിച്ച CPMനും JDSനുമൊക്കെ കഴിയുകയും ചെയ്തു. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വകുപ്പ് ഭരിക്കാൻ സണ്ണി ജോസഫിന് കഴിയില്ലെങ്കിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും നിത്യേനയുള്ള അനുഭവമാകാൻ പോവുകയാണ്. പവർ കട്ട് ഒഴിവാക്കാൻ ആണവ നിലയം വേണമെന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത്. LDF കാലത്ത് ഈ ആശയം അന്ന് മന്ത്രിയായിരുന്ന K കൃഷ്ണൻകുട്ടി മുന്നോട്ട് വെച്ചപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ് കോൺഗ്രസും UDFും. ഇപ്പോൾ ആണവ നിലയം ഇല്ലാതെ പറ്റില്ലെന്ന നിലപാടിലേക്കാണ് സണ്ണി ജോസഫ് നീങ്ങുന്നത്. പവർ പർച്ചേസിംഗ് വിദഗ്ധമായി കൈകാര്യം ചെയ്തതിനാലാണ് പവർ കട്ട് പിണറായി സർക്കാർ ഒഴിവാക്കി നിർത്തിയത്. ഇതേ രീതിയിൽ പവർ പർച്ചേസിംഗ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. കറണ്ട് ക്ഷാമം രൂക്ഷമാണ് എന്നൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിസന്ധി നീക്കുകയാണ്. അതിനാണ് മന്ത്രിയും വകുപ്പും ഭരണവുമൊക്കെയുള്ളത്. പവർ കട്ടും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാൽ വകുപ്പ് മന്ത്രി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് കേരളം കരുതാൻ പോകുന്നത്. ഇപ്പോൾ KSEB അറിയിക്കുന്നത് മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം വരുമെന്ന് തന്നെയാണ്. ലോഡ് ഷെഡിങ് ഇനി പതിവായേക്കും. വ്യാപകമായി മഴ പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം വേണ്ടിവരും. ഇത് ഡിസംബർ വരെയെങ്കിലും തുടരും. പല ദിവസങ്ങളിലും കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാനും സാധ്യതയുണ്ട്. ഇനി മണിക്കൂറുകൾ തന്നെ വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ കൂടി അത്ഭുതപ്പെടാനില്ല. അത്രമാത്രം രൂക്ഷമാണ് കാര്യങ്ങളെന്നാണ് ബോർഡിൻ്റെ അറിയിപ്പിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എല്ലാം ഇന്ദിരയുടെ പേര് പറഞ്ഞ് നടപ്പിലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതിനാൽ പവർ കട്ടിനെ ഇന്ദിരാ കട്ട് എന്ന ഓമന പേരിട്ടാണ് ജനങ്ങളിപ്പോൾ വിളിക്കുന്നത്. ഇന്ദിരാ കട്ട് എപ്പോൾ അവസാനിക്കും എന്ന് മാത്രം ചോദിക്കരുത്. ജനങ്ങൾ തന്നെ എല്ലാത്തിനും പോംവഴി ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.